നമസ്കാരം. ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ഗംഗ. ഇന്ന് എന്താണ് നമ്മൾ നോക്കാൻ പോണതെങ്കിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ബന്ധം ഓരോ ദിവസവും ഓരോരുത്തർക്കാണ് കാർഡ് റെസിനേറ്റ് ആവുക കേട്ടോ. അപ്പോൾ കോമൺ റീഡിംഗ് ആണെങ്കിൽ പോലും എല്ലാവർക്കും ഇത് റെസിനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു ദിവസം ഈ ബന്ധം ചതിയും വഞ്ചനയും അല്ലെങ്കിൽ നിങ്ങളെന്നെ തകർക്കാനാണെങ്കിൽ മറ്റൊരു ദിവസം കിട്ടുന്ന കാർഡാണ് റീഡ് ചെയ്യണം. അപ്പോൾ അത് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഓരോ റീഡിങ്ങും ഓരോ വ്യക്തികൾക്ക് റെസിനേറ്റ് ആവുന്നതാണ്, അവർ ഊർജ്ജമായിട്ട് കണക്റ്റ് ആവുന്നതാണ്. പ്രപഞ്ചത്തിൽ ഒട്ടേറെ ഊർജ്ജങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ റെസിനേറ്റ് ആവണവർ മാത്രം എടുക്കുക, അല്ലാത്തൊരു റീഡിങ് തള്ളിക്കളയുക. അടുത്ത സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ഊർജ്ജമായിട്ട് ഞാൻ കണക്റ്റ് ആവും, അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് ആയിട്ട് മാറും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീ റീഡിങ് കൊടുക്കുന്നുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ള ആൾക്കാർ ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് ഇതിൽ ഞാൻ ചാനലിൽ കൊടുക്കുന്നത്, ഡിസ്ക്രിപ്ഷനിൽ. താല്പര്യമുള്ളവർക്ക് വരാം. ഒരു ചോദ്യമാണ് ചോദിക്കേണ്ടത്. പുതിയ സബ്സ്ക്രൈബേഴ്സിന് ന്യൂ ഇയർ ഗിഫ്റ്റാണ് ഇത് കേട്ടോ. അപ്പോൾ പൈസയൊക്കെ ഇല്ലാതെ ഒട്ടേറെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് ടാരോ ഭയങ്കര പോപ്പുലറായ കാര്യമാണ്, അതുപോലെ ഭയങ്കര ഫീസുമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് തീരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ, പ്രത്യേകം ശ്രദ്ധിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അത്രയും മോസ്റ്റ് ആയൊരു ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഫ്രീ ആയിട്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്ക്രീൻഷോട്ട് വാട്സപ്പ് ചാനലിൽ ഗ്രൂപ്പിലിടുക. അതുപോലെ തന്നെ ചാനലിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ആ ഗ്രൂപ്പിലിടുക. പേഴ്സണൽ കാര്യങ്ങൾ, അതായത് നക്ഷത്രം, പേര്, വീട്ടുപേരെല്ലാം എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് കോൾ അലൗഡ് അല്ല, വാട്സപ്പ് ഓൺലിയാണ്. അപ്പോൾ കോൾ ചെയ്താൽ എന്നെ കിട്ടില്ല. അത് മാത്രമല്ല 3 to 4 മണിയാണ് നിങ്ങൾക്ക് ഫ്രീ റീഡിങ് തരുന്ന ടൈം. രാവിലെ തൊട്ട് വൈകുന്നേരം ഫ്രീ റീഡിങ് ഇല്ല. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ഒരു ചോദ്യം ഉണ്ടാക്കി മനസ്സിൽ വിചാരിച്ചിട്ട് അതെന്നോട് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത്, കാരണം മംഗ്ലീഷ് എനിക്ക് വായിക്കാൻ അറിയില്ല, മംഗ്ലീഷ്. അപ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് അയക്കുക കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ആദ്യ കാർഡ് വന്നിരിക്കുന്നത് ദ ലവ് ആണ്, പ്രണയിനികൾ. രണ്ടാമത്തെ കാർഡ് വന്നിരിക്കുന്നത് പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം. മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് പോസിബിലിറ്റീസ്, സാധ്യതകൾ. നാലാമത്തെ കാർഡ് വന്നിരിക്കുന്നത് കണ്ടീഷനിങ്, അതായത് വ്യവസ്ഥ. പിന്നെ ഉള്ളത് ട്രസ്റ്റ്. അപ്പോൾ ഒരു കാര്യം തീർച്ചയാണ്, ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ബന്ധം നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ കൂടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് കാർഡ് കാണിക്കുന്നത്. പക്ഷെ അതിന് എന്ത് വേണം എന്നുള്ളതും കൂടിയിട്ട് ഇതിൽ യൂണിവേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ട്രസ്റ്റ്, നിങ്ങളെ വിശ്വസിക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, അതായത് അച്ഛനെ അമ്മേനെ, അവരെ ധിക്കരിച്ചുകൊണ്ട് ഒരിക്കലും എടുത്ത് ചാടി ഒരു കാര്യം ചെയ്യരുത്. അച്ഛനെ അമ്മേനെ നിങ്ങൾ വിശ്വസിക്കുക. മൂന്നാമത്തെ കാര്യം പറയണം സാധ്യത. പിന്നെ നാലാമത്തെ കാര്യം വ്യവസ്ഥ. സാധ്യതയുണ്ട്, കാരണം ഒരു വ്യവസ്ഥയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈഫ് മുന്നോട്ട് പോകാൻ, അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ, വിവാഹത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കാണിക്കുന്നത്. അത്രയും ഡീപ്പ് റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പിരിയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ആദ്യ കാർഡിൽ പറഞ്ഞിരിക്കുന്നത്, ദ ലവേഴ്സ് പറയുമ്പോൾ. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് വ്യവസ്ഥ? നിങ്ങളെ മാതാപിതാക്കളെ ധിക്കരിക്കാതെ, അവർ പോലും അറിയാതെ എടുത്ത് ചാടി നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് മിസ്യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് വ്യവസ്ഥ. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട് ഈ ഒരു കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രണയമുണ്ട് എന്നും, അത് നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രണയം ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് ഉള്ളൊരു പ്രണയത്തിൻ്റെ കാര്യമല്ല, അതായത് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അല്ല പറയണത്. നിങ്ങൾ പോകാൻ കഴിയാത്തവരാണെങ്കിൽ അവർക്കുള്ള റീഡിംഗ് ആണിത്. അപ്പോൾ നിങ്ങൾ നല്ല ഗാഢമായുള്ളൊരു പ്രണയം, അതായത് ഒരു ഡീപ്പ് റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ, ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ആദ്യമായിട്ട് അവതരിപ്പിക്കേണ്ടത് അച്ഛനമ്മയോട് ഓടിപ്പോയിട്ട് പറയാതെ, പകരം നിങ്ങളൊരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു റിലേറ്റീവോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു റിലേറ്റീവിനോട് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതായത് നേരിട്ട് അച്ഛനമ്മയുടെ അടുത്തും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ സമ്മതിച്ചു എന്ന് വരില്ല. അതിനാണ് എന്താ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റിയൊരു സുഹൃത്തോ അല്ലെങ്കിൽ റിലേറ്റീവോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ബ്രദറോ ആരെങ്കിലും ഉണ്ടാവുമല്ലോ, അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ വഴി മാതാപിതാക്കൾ അറിഞ്ഞു. കാരണം വ്യവസ്ഥ കൃത്യമായിട്ടൊരു കണ്ടീഷനിങ് പറയേണ്ട യൂണിവേഴ്സ്. അപ്പം നിങ്ങൾ എടുത്ത് ചാടിയിട്ട് കുളമാക്കരുത് എന്നാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിന് വിശ്വസിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളെയും നിങ്ങളുടെ പാർട്ട്ണർ ആവാൻ പോണ വ്യക്തിയെയും വിശ്വസിക്കാം. കാര്യങ്ങൾ, അതായത് ഒരു കാര്യം
കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ പറ്റണ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് സ്മൂത്തായിട്ട് അങ്ങോട്ട് പോയിക്കോളും. ഇല്ലെങ്കിൽ പാര വയ്ക്കുന്ന ആൾക്കാരോട് പറയാതെ നിങ്ങൾ, അതായത് ഇത് നശിച്ചു കാണണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളുണ്ടാവില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പ് തകർന്നു കാണണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികൾ. അത്തരം ആൾക്കാരെ അവരെ മനസ്സിലാക്കിയിട്ട് അവരിൽ നിന്ന് അകന്നിട്ട് നിങ്ങളെ മനസ്സിലാക്കുന്ന വ്യക്തികളോ, അത് നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ റിലേറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്ററോ കസിൻ ബ്രദേഴ്സോ ആരെങ്കിലും ആണെങ്കിൽ അവരോട് കൃത്യമായിട്ട് പറയുക. ആ കാര്യം മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ ഈ ബന്ധം വിവാഹം വരെ എത്തുമെന്ന് യൂണിവേഴ്സാണ് നിങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് ട്രസ്റ്റ് പറയുമ്പോൾ. അതേപോലെ പങ്കാളിത്തം, നിങ്ങളുടെ പങ്കാളിക്കും ഈ ഒരു നിങ്ങളുടെ ലൈഫായിട്ടുള്ള ഒരു പങ്കാളിത്തത്തിന് താല്പര്യം ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കാൻ. അല്ലാതെ അവർക്കൊരു പക്ഷെ പറയാൻ ഭയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ വീട്ടിൽ ഇത് പറയാൻ അവതരിപ്പിക്കാൻ ഭയം ഉണ്ടായാൽ അവിടെ ആകെ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയായിട്ട് നിങ്ങളിപ്പോൾ ആരെയാണോ ഇഷ്ടപ്പെടണമെങ്കിൽ ആ വ്യക്തിയായിട്ട് ആദ്യം മനസ്സ് തുറന്ന് സംസാരിക്കുക. അതിനുശേഷം രണ്ടാളും കൂടി തീരുമാനം എടുക്കുക, രണ്ടാളുടെ വീട്ടിലും പറയാൻ തീരുമാനം എടുക്കുക. രണ്ടാൾ വീട്ടിലും പറയുമ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, നിങ്ങൾ ഓടിച്ചെന്ന് മാതാപിതാക്കളോട് പറയാതെ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ റിലേറ്റീവിനോട്, ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോടോ കസിൻസിനോടോ പറഞ്ഞിട്ട് അവർ വഴി മാതാപിതാക്കൾ അറിയുമ്പോൾ നിങ്ങൾക്കത് ഇത്തിരി കൂടി സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. എന്താണെങ്കിൽ ഇതിൽ അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മുന്നോട്ട് പോകാൻ കഴിയില്ല. കൃത്യമായിട്ട് പാർട്ടിസിപ്പേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ രണ്ടാളും മുന്നോട്ട് പോകും തന്നെയാണ് കാണിക്കുന്നത്. പക്ഷെ അത് കുടുംബാന്തരീക്ഷത്തിൽ അവരുടെ ഒരു സന്തോഷത്തോടു കൂടിയും അനുഗ്രഹത്തോടും കൂടിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് എന്നും സക്സസ് ആയിരിക്കും. അതാണ് ഇത് യൂണിവേഴ്സ് പറയുന്നത്. അവരെല്ലാവരും വെറുപ്പിച്ച് അവരുടെ എല്ലാവരും ശാപം വാങ്ങിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് അതൊരു മാനസിക വിഷമം, നിങ്ങൾക്കും ഒരു മാനസിക വിഷമമായിട്ട് മാറും. അപ്പം അത്തരമൊരു ഇതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഏത് വിശ്വാസിയാണെങ്കിലും ആ വിശ്വാസത്തിൽ യൂണിവേഴ്സിനെ മുറുകെ പിടിച്ചുകൊണ്ട് നന്നായി വിശ്വസിച്ചുകൊണ്ട്, കാരണം പ്രപഞ്ചത്തിലൊരു ഊർജ്ജമുണ്ട്. അത് ഏത് മതത്തിലാവട്ടെ പ്രപഞ്ചത്തിലൊരു ഊർജ്ജമുണ്ട്. ആ ഊർജ്ജമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ അറിയാണ്ട് നമ്മൾ ഈശ്വരനെ വിളിച്ചു പോണത്. അപ്പം അത് കാരണം കൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് നന്നായി വിശ്വസിക്കുക. നിങ്ങളുടെ മതം ഏതായാലും ആ മതത്തിലുള്ള എന്താണ് അതിൽ പറയണമെങ്കിൽ അതിൽ നന്നായി അടിയുറച്ച് വിശ്വസിക്കുക, മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് കൂടെ ഉണ്ട് എന്നാണ് ഇതിൽ നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഉത്തരം. അതുകൂടാതെ ആദ്യമായിട്ടാണ് എന്നെ കാണണമെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഊർജ്ജമായിട്ട് കണക്ട് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഓൾ എന്ന ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഉള്ളത് ഫ്രീ മെഡിറ്റേഷൻ. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടുള്ള ഫ്രീ മെഡിറ്റേഷൻ പ്രോഗ്രാം നമ്മൾ ഈ മാസം ലാസ്റ്റ് നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ വാട്സപ്പ് ലിങ്ക്, 2 വാട്സപ്പിൻ്റെ ലിങ്കും ഒരൊറ്റ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുത്തേക്കുന്നത്. അത് വ്യക്തമായിട്ട് 2ൻ്റെ ലിങ്ക് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഫ്രീ റീഡിങ് വേണ്ട ആൾക്കാർക്ക് അതുപോലെ തന്നെ മറ്റ് ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഒരു കാര്യം, ഒരാൾക്ക് ഒരിക്കൽ മാത്രമാണ് ഫ്രീ റീഡിംഗ് ഉള്ളൂ. പിറ്റേ ദിവസം വന്നിട്ട് മാഡം എനിക്ക് ആ ഒരു പ്രശ്നം നോക്കൂ എന്ന് ചോദിക്കരുത്. അത്തരം ചോദ്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് എന്നിൽ നിന്നോ അല്ലെങ്കിൽ മറ്റാരിൽ നിന്നോ എടുക്കാം. പാസ്റ്റ് കർമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റീഡ് ചെയ്യാണ്ട് പാസ്റ്റ് കർമ്മയുടെ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു ചോദ്യം ഞാൻ ഏതിനായാലും ഉത്തരം പറയാം. പക്ഷേ പിന്നീട് ഡീപ്പായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, മറ്റേതെങ്കിലും റീഡേഴ്സിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ ടൈം 3 to 4 ഫ്രീ റീഡിങ്ങിൻ്റെ ടൈം ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. വാട്സപ്പ് ഓൺലി മാത്രമാണ്, കോൾ അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.